ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വെക്കേഷനിൽ കുറച്ച് ദിവസങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സ്റ്റിക്കർ പേപ്പർ അൺബോക്സ് ചെയ്യണം. നമ്മുടെ അടുക്കളയിലൊരു ടേബിളുണ്ട്. ആ ടേബിൾ നമ്മളൊന്ന് കുട്ടപ്പനാക്കാൻ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു എയർ ബബിൾസും കയറാത്ത രീതിയിൽ നമ്മൾ ടേബിളിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മ നമുക്കിത് ഈ വാട്ടർമെലൺ ഷേക്ക് ഉണ്ടാക്കി തന്ന്, ഷേക്ക് ജ്യൂസ അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ വാപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഇത്. ഞങ്ങളിവിടെ ഞണ്ടിനിപ്പോൾ വളർത്താൻ പോകണേനും. അപ്പോൾ അതിൻ്റെ ഞണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ദിവസം നമ്മൾ ബുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിന് ഞാൻ 3 ബുക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. ഞാൻ മെയിനായിട്ട് അറ്റോമിക് ഹാബിറ്റും ഇക്കിഗായും റിച്ച് ഡാഡ് പുവർ ഡാഡും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന 3 ബുക്സാണിത്. അങ്ങനെ ഞാനത് ഒരു ബുക്ക് ഷോപ്പിൽ കണ്ടപ്പോൾ, ഓഫറിൽ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ അറ്റോമിക് ഹാബിറ്റ്, ഞാൻ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയ ശേഷം ആദ്യം വായിക്കണം എന്നുണ്ടായിരുന്ന ബുക്കാണ് ഇത്. അങ്ങനെ ഫൈനലി അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത് വായിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കിഗായിനെ കുറിച്ച് ഞാൻ ആദ്യം മുതൽ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ കാണുന്ന യൂട്യൂബ് ചാനൽസിലൊക്കെ ഈ ബുക്കിനെ കുറിച്ച് പറയുന്നത്. ഈ ബുക്ക് കുറേ ലൈഫ് ചേഞ്ചിങ് മെത്തേഡ്സൊക്കെ ഈ ബുക്കിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബുക്കും വാങ്ങി. അപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ച 2 ബുക്കും നമ്മൾ വായിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ബുക്ക് മാത്രമേ ഞാൻ ഇതുവരെ വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു സ്ലോ റീഡറാണ്, അതുകൊണ്ടാണ് ഇത്രയും പതുക്കെയൊക്കെ വായിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ റിച്ച് ഡാഡ് പുവർ ഡാഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ വീഡിയോ തന്നെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഈ ബുക്ക് വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇടേണ്ട വീഡിയോ ക്ലിപ്സ് ആയിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി ഇതിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച കാര്യം. അങ്ങനെ നമ്മൾ ആ ബുക്ക് അൺബോക്സ് ചെയ്ത്. നല്ല ബുക്കാണ്, എല്ലാം നല്ല റിവ്യൂസൊക്കെ ഉള്ള ബുക്സാണ് ഞാൻ 3 തിരഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങളപ്പോൾ ഈ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ബുക്കൊക്കെ അൺബോക്സ് ചെയ്ത് നമ്മൾ ചെയ്ത തുടക്ക ദിവസം അന്നൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ അനിയൻ നമുക്കൊരു കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മെൽറ്റായിപ്പോയി. പിന്നെ കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് യോഗർട്ട് ബൗളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഒരു യോഗർട്ട് ബൗളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ ആപ്പിളും കുറേ ഫ്രൂട്ട്സൊക്കെ ഇടണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെ പഴം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പഴം മാത്രം ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ല ടേസ്റ്റ്. ഞാൻ കുറേ നാൾ മുമ്പൊക്കെ ഇതൊക്കെ വാങ്ങിയിട്ട് വെറുതെ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫ്രൂട്ട് ബോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യണ ശീലം തുടങ്ങിക്കൊണ്ടിരിക്കണതാണെന്ന്. അപ്പോൾ ഉള്ള 2 ഫേസ് വാഷും തീരാറായി. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് 4 ഫേസ് വാഷിൻ്റെ കോംബോ പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഫേസ് വാഷാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ച് എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ വക ഒരു സെയിം കമ്പനിയുടെ വക ഒരു മോയ്സ്ചറൈസറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അകത്ത് അധികമൊന്നുമില്ല, പക്ഷേ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ചെറിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ അതൊക്കെ തുറന്ന് നോക്കി. മോയ്സ്ചറൈസർ ആയതുകൊണ്ട് വെറുതെ ഒന്ന് മുഖത്തൊക്കെ തേച്ച്. ഈ ഫേസ് വാഷിനായാലും നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.